व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनातीरावनचारि जय राधा माधवा जय कुञ्ज बिहारी। हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे। हरे कृष्ण माताजी, दंडवत प्रणाम। മാതാജി മൈക്ക് ഓഫ് ആണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. കുറെ ദിവസങ്ങൾ, ഒരാഴ്ച നമ്മൾ ഭാഗവതം എടുത്തില്ല. അപ്പൊ എല്ലാവരും പഠിച്ചതൊക്കെ നിങ്ങൾ എന്നെക്കാട്ടിലൊക്കെ ഒത്തിരി മുമ്പിൽ വായിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും കപിലമുനിയുടെ ഉപദേശങ്ങളെ, കർദമ്മന് പറയുന്ന കാര്യങ്ങൾ വരെയും ആയിക്കഴിഞ്ഞു. അപ്പം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷെ ഭാഗവതത്തിലുള്ള ആ വിശ്വാസം കൂടി അതിനോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നായം ആത്മപ്രവചനേന ലഭ്യോ ന ബഹുധ ന ശ്രുതേന. ഇത് കേട്ടകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ എല്ലാം അത് ഓരോന്നും നമ്മളിലേക്ക് എത്തേണ്ട മാർഗങ്ങളായി നമ്മൾ എടുക്കണം. കേൾക്കുന്നത് ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളിക്കുവാൻ ഭാഗവതമാണ് വായിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ വായിച്ചു പോകുക. കാരണം നമുക്കിപ്പോ ഇത് എല്ലാം തീർത്തു പോകാൻ പറ്റുന്നതല്ല. അപ്പൊ നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ട് കിടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഫസ്റ്റ് കാണ്ഡത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് 13ാമത്തെ അധ്യായമേ ആയിട്ടുള്ളൂ. 26ാമത്തെ ശ്ലോകം 25 വരെയല്ലേ മാതാജി എടുത്തത്? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എടുത്തത് ഏത് ശ്ലോകമായിരുന്നു? അതെ മാതാജി, 25 പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മള് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് പഠിച്ചു. എന്താണ്, നമുക്ക് എന്തെല്ലാം ബുക്കുകളുണ്ട്, എവിടെ നിന്നാണ് നമുക്ക് നോളജ് കിട്ടുന്നത്, 2 തരം അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അതെന്തൊക്കെയായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാമോ എന്ന്? അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് അല്ലേ? ഈ ചോദ്യം വരുമ്പോഴാണ് ആർക്കും പറയാനൊന്നും കിട്ടത്തില്ല. അപ്പോഴാണ് ഈ ക്ലാസ് വേണ്ടായിരുന്നെന്ന് തോന്നുന്നത് അല്ലേ? ഏതെല്ലാം രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്? 2 തരം ബുക്കുകളുണ്ടെന്ന് പറഞ്ഞു. ശ്രുതിയും
അതുണ്ട്, അത് എപ്പോഴും പറയുന്നതാണല്ലോ. ശ്രുതിയും സ്മൃതിയും രണ്ട് തരത്തിലാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. എങ്ങനെയാണ്? ശ്രുതി എന്താണ്, സ്മൃതി എന്താണ്? ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? വേദങ്ങള്, ശ്രുതി വേദങ്ങള്. ശ്രുതി എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിൽ, വളരെ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിൽ ഈ മുനിമാർക്ക് അങ്ങ് റിവീലാകുന്ന, മുനിമാർക്ക് അറിയാൻ കഴിയുന്ന, അവർക്ക് തനിയെ ഭഗവാൻ തന്നെ നൽകുന്ന സത്യങ്ങളെയാണ് നമ്മളെ ശ്രുതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്മൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭഗവാന്റെ അന്തരംഗ നിർദ്ദേശം അനുസരിച്ച് അവർക്ക് തോന്നും ഭഗവാനെ കുറിച്ച് ഇങ്ങനെ എഴുതണം എന്നുള്ളത് അവരിൽ തോന്നുമ്പോൾ അവരെഴുതി വെക്കുന്ന കാര്യങ്ങളെയാണ് സ്മൃതി എന്ന് പറയുന്നത്. മിക്കവാറും ഇപ്പൊ മാതാജി പറഞ്ഞു വേദങ്ങളെല്ലാം ശ്രുതിയിൽ വരുന്നു എന്ന് പറഞ്ഞു, അല്ലെ? വേദങ്ങളെ എങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്? പലതായി തിരിച്ചിട്ടുണ്ട്, അല്ലെ? എന്തൊക്കെയാണത്? സംഹിതകളെന്നും ബ്രാഹ്മണങ്ങളെന്നും വേദങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഭാഗവതം പഠിച്ചപ്പോൾ നിങ്ങളിൽ സംശയമുണ്ടായി. ആ സംശയം നിങ്ങൾ മാറ്റിയെടുക്കണമെങ്കിൽ കുറെ വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞു പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം വേദങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സംഹിതകളെന്നും ബ്രാഹ്മണങ്ങളെന്നും തിരിച്ചിട്ടുണ്ട്. സംഹിതകൾ, നമ്മളിപ്പോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോഴേ വേദം വായിക്കുന്നത് കേൾക്കാം, അല്ലെ? മന്ത്രങ്ങൾ പറയുന്ന കേൾക്കാം, ശ്ലോകങ്ങൾ പറയുന്ന കേൾക്കാം, കീർത്തനങ്ങൾ പറയുന്നത് കേൾക്കാം. അപ്പൊ ഇതൊക്കെ എവിടുന്നാണ് വന്നിട്ടുള്ളത്? നമ്മളെ എല്ലാവരും നമ്മുടെ ഹിന്ദുയിസം വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. അല്ലെങ്കിൽ എന്താണ്, ചുമ്മാതെ കഥകളാണെന്ന് പറഞ്ഞ് അങ്ങ് തള്ളും. അപ്പൊ ആ ഒരു ഹിന്ദുയിസത്തിന്റെ ബുക്സ് എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിന്റെ ബുക്കുകളാണ്. ഓരോ ബുക്കുകളും വളരെ പ്രാധാന്യപ്പെട്ടതാണ് എന്നുള്ള അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോഴും കീർത്തനം കേൾക്കുമ്പോഴും മന്ത്രം കേൾക്കുമ്പോഴും നമുക്ക് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് എഴുതപ്പെട്ട ആ വേദങ്ങളുടെ വേദസംഹിത എന്ന് പറയും, ആ സംഹിതകളിൽ നിന്ന് എടുത്തതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ചെയ്യാം. അതുപോലെ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്, പരമമായ കർത്തവ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ഒക്കെ വേണ്ട വിധത്തിൽ വേദങ്ങളിൽ എഴുതി നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടില്ല, നമുക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ അത് സംസ്കൃതി മാത്രമായിരുന്നത് കൊണ്ട് ആർക്കും അത് സാധാരണക്കാർക്ക് കിട്ടാൻ പ്രയാസമായിട്ട്. ഇന്ന് അതെല്ലാം അതിന്റെ കോപ്പീസ് എല്ലായിടവും കിട്ടും. അല്ലെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ, എന്തെങ്കിലും ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവർ കുറച്ച് കാര്യങ്ങളെങ്കിലും പറഞ്ഞു തരാറും ഉണ്ട്. അപ്പം അങ്ങനെ സംഹിത വേദത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ് എന്ന് പറഞ്ഞു. അതുപോലെ ബ്രാഹ്മണങ്ങൾ വേദ സെക്കൻഡ് പാർട്ടാന്ന് പറഞ്ഞു. അതേ ബ്രാഹ്മണം എന്ന് പറയുമ്പോൾ എലാബറേറ്റ് എക്സ്പാൻഷൻ ഓഫ് മന്ത്രാസിന്റെ അങ്ങ് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് ഈ വേദം എന്ന് ചോദിച്ചാലെങ്കിൽ നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് എന്താണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വേദത്തിൽ. ഇത് മാത്രമേ സാധാരണ നമ്മൾ പറയാറുള്ളൂ. അപ്പം വേദത്തിൽ എന്തെല്ലാം ഉണ്ട്? വേദത്തിലാണ് നമ്മൾ പറയുന്ന ഈ സർവ മന്ത്രങ്ങളും ശ്ലോകങ്ങളും കീർത്തനങ്ങളും അതുപോലെ ആചാരങ്ങളെ കുറിച്ചും പരമമായ കാര്യങ്ങളെ കുറിച്ചും അതെല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ചും വെറൈറ്റി ഓഫ് മന്ത്രസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതെല്ലാം അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് സംഹിത വേദത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് വേദത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതിനകത്ത് ബ്രാഹ്മണാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മന്ത്രാസ് നമുക്ക് കിട്ടും. യജ്ഞങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ് എന്നൊക്കെ പറയുന്നു. അപ്പം ഓരോ ഋഗ്വേദത്തിന് തന്നെ 2 ബ്രാഹ്മണങ്ങളുണ്ട്. അതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഐതേയ ബ്രാഹ്മണമെന്നും സാഖ്യായന ബ്രാഹ്മണമെന്നും ഒക്കെ പറയും. അപ്പൊ അങ്ങനെ അതിന്റെ അതൊന്നും പഠിക്കേണ്ടതല്ല, ഞാനൊന്ന് മനസ്സിലാക്കി തരുന്നു. നമ്മളിൽ ഒരു സംശയം ഉണ്ടായി, നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുക്കുകൾ സത്യമാണോ, ഈ പറഞ്ഞേക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു ധാരണ പോലെ, ഒരു ചിന്ത പോലെ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ അമ്മയാണോ ഇതെന്ന് ഒരു മകൻ അമ്മയെ സംശയിച്ചുകൊണ്ട് അമ്മയാണോ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണോ ഇത് എന്ന രീതിയിൽ സംശയിച്ചു കഴിഞ്ഞാൽ ആ അമ്മയോട് സ്നേഹം ഉണ്ടാവത്തില്ല. അപ്പോഴും സംശയമാണ്, എന്റെ അമ്മ തന്നെയാണോ ഇത്. അപ്പൊ ആ ഒരു സംശയം വരാതിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ അമ്മയായ വേദങ്ങളെ നമ്മൾ വേണ്ട വിധം
മനസ്സിലാക്കിയിരിക്കണം. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർ പറയുമ്പോഴെങ്കിലും അവര് പറഞ്ഞോട്ടെ, പക്ഷേ നമ്മൾക്ക് നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ വേദമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഉപനിഷത്സ് ഉണ്ട്. വേദങ്ങളെ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി നമുക്ക് 108 ഉപനിഷത്തുകളാണ് തന്നിട്ടുള്ളത്. അതും നമ്മൾ അതിലെ മഹാവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാനതെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ ഉപവേദം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്മൃതിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. സ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം ഒക്കെ, പുരാണങ്ങള്, അതൊക്കെ ഇതിഹാസങ്ങള്, പുരാണങ്ങള്, പഞ്ചരാത്ര വിധി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പുരാണങ്ങളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ 3-4 വാക്കുകളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ബുക്കുകൾ പഠിക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പൊ നമ്മള് കർത്തമൻ എന്തു പറഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ അത് എവിടുന്ന് വന്നു, അത് വെറുതെ എഴുതപ്പെട്ടതാണോ എന്നൊരാൾ ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക ഒരു ധൈര്യം നിങ്ങളിൽ ഉണ്ടാകണം. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, സമയം ഒരുപാട് പോയി കഴിഞ്ഞു. ഏകദേശം 6 മണിക്കൂറേ നമുക്ക് കിട്ടത്തുള്ളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 26-ാമത്തേത്. 25 ഒന്നുകൂടെ പറയണമെന്ന് മാതാജി പറഞ്ഞു. തസ്യാപി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരിത്യനിശ്ചതോ ജീർണോ ജരയാവാസീവാം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മരിക്കണമെന്ന് ആർക്കാണ് മരിക്കണമെന്ന് ആഗ്രഹമുള്ളത്? യഥാർത്ഥത്തിൽ ഇല്ല. നമ്മളൊക്കെ പറയും നമുക്ക് മരിക്കണം, അങ്ങ് പോയാ മതി, കഷ്ടപ്പാട്, ഇവിടെ കിടക്കണ്ട, അങ്ങ് പോയാ മതി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഇവിടെ ഇട്ടിട്ട് പോകാൻ ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങക്ക് ഇത്രയും വയസ്സായി, വളരെ പ്രധാനപ്പെട്ട, വളരെ ഇതായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ രാജാവായിട്ട്. അതുകൊണ്ട് ഈ ലുബ്ധശരീരം ഇനി എന്തായാലും നമ്മുടെ ഈ ശരീരം ഒരുപാട് കാലം ഒന്നും വെച്ചേക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ജീർണിക്കും. അത് ജീർണിക്കുകയും നശിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഇതിനെ ഇങ്ങനെ അന്തസ്സുണ്ട്, ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എനിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്, എല്ലാ വിധത്തിലുള്ള സംരക്ഷണം എനിക്കുണ്ട്, ഞാൻ സുഖം അങ്ങ് അനുഭവിച്ചു കഴിയുമ്പോൾ ആ സുഖത്തിൽ നമ്മൾ അങ്ങ് മുഴുകിപ്പോകും. അങ്ങനെ ആ സുഖത്തിൽ മുഴുകി അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി വിതുരർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്തസ്സും അഭിമാനം പോലും വിലയായി നൽകി എന്ന് വെച്ചാൽ, ഞാൻ തന്നെയാണ് ഇവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്, ഞാൻ തന്നെയാണ് ഇവരെ നാടുകടത്തിയത്, ഞാൻ തന്നെയാണ് ഇവരുടെ മരുമകൾ ആയ ഇവരുടെ ഭാര്യയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചത്, ഞാൻ തന്നെയാണ് ഇവരെ അന്തപുരം ഉണ്ടാക്കി അതിനകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത്. ഇതൊന്നും ഓർക്കാതെ ഇവര് തരുന്ന ഈ സ്നേഹത്തിൽ മുഴുകി അന്തസ്സും അഭിമാനവും പോലും ഓർക്കാതെ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എന്നാണ് ആര് പറയുന്നത്? യഥാർത്ഥ സത്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ജ്യേഷ്ഠനെ, യഥാർത്ഥത്തിൽ വിതുരർക്ക് എത്രമാത്രം സ്നേഹമാണ് ജ്യേഷ്ഠനോട് ഉണ്ടായിരുന്നതെന്നറിയാം. വളരെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഈ ശരീരം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് ദുർബലമായി തീരും. മുഷിഞ്ഞ ഉടനെ ഒരു ദിവസം ഉടുത്ത വസ്ത്രം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഉടുക്കിട്ട് അത് മാറ്റിക്കളയുന്നത് പോലെ ഈ ശരീരവും കുറച്ചു നാളത്തേക്ക് നമുക്ക് തന്നതാണ്. ഇത് ദുർബലമാകുന്നു, ഇത് നശിച്ചു പോകും. അങ്ങൊരു കൃപണനായിട്ട് ഇങ്ങനെ ഇരിക്കരുതേ. കൃപണൻ എന്ന് പറഞ്ഞാൽ ലുബ്ധനായിട്ട്, ഭൗതിക ശരീരത്തെ കുറിച്ച് മതിപ്പില്ലാത്ത ആൾക്കാരെയാണ്. ഭൗതിക ശരീരം ഇത്ര നാളത്തേക്കോ ഉള്ളൂ, ഇതങ്ങ് നശിച്ചു പോകുന്നതാണ് എന്ന് ചിന്തിക്കാത്ത വ്യക്തികളെയാണ് കൃപണരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാൽ ബ്രാഹ്മണർ ആണെങ്കിൽ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജാതിയിലല്ല നമ്മൾ ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തെ അറിയുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് തങ്ങളുടെ ശരീരം എന്താണെന്നറിയാം, തങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം എന്താണെന്നറിയാം, തങ്ങൾ കഴിക്കുന്ന ആഹാരം എന്താണെന്നറിയാം, മറ്റുള്ളവരാരാണെന്നറിയാം. അപ്പൊ അവർക്ക് തന്നെ കുറിച്ചും ഭൗതിക ശരീരത്തെ കുറിച്ചും സൂക്ഷ്മമായ ഒരു ബഹുമാനം ഉണ്ടായിരിക്കും. അതില്ലാത്തവരെയാണ് കൃപണരെന്ന് പറയുന്നത്. അവർക്ക് ഇന്ദ്രിയാസ്വാദനത്തിൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ അവർക്കുള്ളൂ. അപ്പൊ ഇന്ദ്രിയാസ്വാദനത്തെ അവരെന്ത് ചെയ്യാണ്? പരമകോടിയിൽ തീവ്രമായി ആസ്വദിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ധൃതരാഷ്ട്രരെ ഇവിടെ ഒരു കൃപണൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയായാലും നമുക്കൊരു ഇത്ര ശ്വാസം എന്നൊരു കണക്കുണ്ട് അല്ലേ?
എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ തന്നെയും നമുക്കൊരു നിശ്ചിത ആയുസ്സിൽ കൂടുതൽ ജീവിക്കാൻ കഴിയുകയില്ല, തീർച്ചയായിട്ടും ഇല്ല എന്നുള്ള ഒരു പരമാർത്ഥം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ അകക്കണ്ണിനെയെങ്കിലും പുറം കണ്ണില്ല അദ്ദേഹത്തിന്, അകക്കണ്ണിനെ തുറപ്പിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ട്. അപ്പം മരണത്തെ വരിക്കാൻ സ്വയം സജ്ജനാകണമെന്നും ഇതിന് ഉപദേശിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത് പറയുമ്പോഴേ നമ്മൾ ജീവിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ്, അപ്പൊ നമ്മള് അഭികാമ്യമായ ലക്ഷ്യം പ്രാപ്തമാകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം എന്നും, ആത്യന്തികമായ ക്ഷേമത്തിനായി ലുബ്ധ ജീവിതത്തിന്റെ ശിഷ്ടകാലം ഇനി കുറച്ചു കാലമേ കിട്ടാനുള്ളൂ നമുക്ക്. ഇപ്പൊ എന്നെ പോലുള്ള പ്രായമായവർക്ക് വളരെ കുറച്ചു കാലമേ നമുക്ക് കിട്ടാനുള്ളൂ. ആ കിട്ടാനുള്ള ശരീരം കിട്ടാനുള്ള ടൈം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ നിമിഷം പോകുന്നത് പോലും പ്രായമായവരെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ ചെറുപ്പക്കാർ മരിച്ചു പോകില്ലേ, അതും ശരിയാണ്. അപ്പൊ ഏതൊരു വ്യക്തി ആയാലും ശരി, ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുമ്പോൾ, ഇപ്പൊ നമുക്ക് കൂടി വന്നാൽ 10 70 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ 10 80 വയസ്സായിരിക്കാം കിട്ടും. അപ്പൊ ആ വർഷങ്ങളിൽ ഓരോ നിമിഷവും നമ്മളെ നല്ല കാര്യത്തിനായി, ആത്യന്തിക ക്ഷേമത്തിനായി വിനിയോഗിക്കണം എന്നുള്ളതാണ്. അപ്പം മനുഷ്യരൂപത്തിൽ കിട്ടിയിരിക്കുന്ന എത്രയോ 84 ലക്ഷം ജീവിഭാഗങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് അതിലെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ സുഖിച്ചു കാണും, ചിലപ്പോൾ കഷ്ടപ്പെട്ട് കാണും. അപ്പൊ ഓരോരുത്തരത്തും നേടിയെടുത്ത ആ കർമ്മവുമായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതും കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു ജീവസിംഹത്തിന്, ഈ മനുഷ്യരൂപം കിട്ടുന്നത് തന്നെ എത്രയോ പരമമായ നന്മ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനുഷ്യരൂപം. ഇനി ഒന്ന് കിട്ടാൻ എത്ര കഷ്ടപ്പെടേണ്ടി വരും. ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം തരത്തിലുള്ള കർമ്മം ചെയ്തു. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ഓരോ വാക്കും, നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും, നമ്മുടെ ഓരോ നോട്ടവും വാക്കും പ്രവൃത്തിയും ഇതൊക്കെ എത്രമാത്രം ശരിയായിരുന്നു. ഇവൻ ഭക്തനെന്ന് അഭിമാനിക്കുന്നവർ പോലും ചോദിക്കുന്നു. അവർ ഓർക്കണം അവരും ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ അതിലെ ഓരോ ഇതും, ഓരോ ആ മനുഷ്യജീവിതത്തിലുള്ള ആ സമ്പത്തിനെ, ജീവസമ്പത്തിനെ യഥാവിധി ഉപയോഗപ്പെടുത്താത്ത ഒരാളുടെ ജീവിതത്തെയാണ് ലുബ്ധ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ലുബ്ധ ജീവിതമാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ടായി. വിതുരരെ പോലെയുള്ള ഒരു നിപുണനായ ഒരു ഭഗവത് ഭക്തൻ, സാക്ഷാൽ ഭഗവത് ഭക്തൻ എന്ന് പറയാം. എന്തുകൊണ്ട്? ഭഗവാൻ കൃഷ്ണൻ ഇവിടം വിട്ടു പോവുകയാണ്, തന്റെ സ്വധാമത്തിലേക്ക് പോവുകയാണ്. ആ അവസരത്തിൽ പോലും മൈത്രേയനോട് പറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം വിതുരർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അന്ത്യസമയം അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് പോലും അദ്ദേഹം താൻ വളർത്തിയ മക്കളെയോ, കൊച്ചുമക്കളെയോ, ഭാര്യമാരെയോ, അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെ ഒന്നും ഓർക്കുന്നില്ല. അദ്ദേഹം ഓർക്കുന്നത് ഈ വിതുരരെ കുറിച്ച് ഓർത്തു എന്ന് പറയുമ്പം വിതുരർ എത്രമാത്രം പ്രധാനമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നുള്ളത് നമ്മൾ മറക്കരുതേ. അപ്പൊ അങ്ങനെ വിതുരരെ പോലെ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തിയെ ഈ ധൃതരാഷ്ട്രക്ക് കിട്ടി ഇവിടെ ഉപദേശം നൽകാൻ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ആരെ കിട്ടും, എന്ത് കിട്ടും, എങ്ങനെ പോകും, ഇതൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശം കൂടിയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് തരുന്നത്. ഹരേ കൃഷ്ണ. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതഗതിർജഹ്യ സവൈ ധീര ഉദാഹൃതഃ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃതഃ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃതഃ. ഗത സ്വ അർത്ഥം, ഗതസ്വാർത്ഥം. ഇമം ദേഹം വിരക്തഃ മുക്ത ബന്ധനഃ അവിജ്ഞാത ഗതി, അവിജ്ഞാത ഗതി ജഹ്യാത് സഹ വൈ ധീര ഉദാഹൃതഃ. ഗതസ്വാർത്ഥമിമം, അതിനെ നമ്മൾ പിരിച്ചത് ഗത സ്വ അർത്ഥം ഇം, അങ്ങനെ പിരിച്ചു. ദേഹം വിരക്തഃ മുക്ത ബന്ധനഃ അവിജ്ഞാത ഗത് ജിഹ്യാത് സഹ വൈ ധീര ഉദാഹൃതഃ. ഗത സ്വ അർത്ഥം എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാൽ
നേരായ രീതിയിൽ ഉപയോഗിക്കുകയാൽ ഇമം എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്നത് എന്ന് പറയും. ഈ ദേഹം, നമ്മുടെ ഈ ഭൗതിക ശരീരം, വിരക്തനായി, അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഒരു മടിമട്ടിൽ മുക്ത സ്വതന്ത്രമാക്കപ്പെടുകയാൽ, മുക്തനായി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ സ്വതന്ത്രനാക്കപ്പെടുക, ബന്ധനത്തിൽ നിന്ന്, അവിജ്ഞാത എന്ന് വെച്ചാൽ അവിജ്ഞാതഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെയാണ് അവിജ്ഞാതഗതി. ജഹ്യാത് എന്ന് പറഞ്ഞാൽ ഒരുവൻ നിശ്ചയമായും ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. അവസാനം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആർക്കും എങ്ങും പോകാനൊക്കത്തില്ല. അത്രമാത്രം ഭക്തനാണെങ്കിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ പൂന്താനത്തെ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ഭൗതിക ശരീരം തന്നെ ആത്മീയ ശരീരമായി മാറി. അപ്പൊ അവരറിയുന്നില്ല. അത്രമാത്രം ശുദ്ധഭക്തിയിലേക്ക് അങ്ങ് മുഴുകി വരുമ്പോൾ, ആ ശുദ്ധഭക്തനായി തീരുമ്പോൾ ഭഗവാൻ തന്നെ അവരുടെ ഈ ശരീരത്തെ തന്നെ ആത്മീയ ശരീരമാക്കി മാറ്റും. അത് മറ്റുള്ളവരോ അറിയുന്നില്ല. ഭഗവാൻ തന്നെ അത് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ആ ദേഹത്തോടു കൂടി, ഈ ഭൗതിക ശരീരത്തോടു കൂടി ആർക്കും ആത്മീയ ലോകത്തിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ശരീരത്തോടു കൂടി പോയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഇപ്പം അത് നമ്മൾക്ക് ഇവിടെ പൂന്താനത്തെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതുപോലെ 1-2 പേരെ മഹാരാഷ്ട്ര അവിടെ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ശരീരത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ ആത്മീയമാക്കി മാറ്റുക. അപ്പൊ നിശ്ചയമായി ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വ്യക്തി നിശ്ചയമായും ധീരനായിരിക്കും. ഉദാഹൃത അപ്രകാരം വിശേഷിപ്പിക്കുന്നു. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്ത ബന്ധനഃ അവിജ്ഞാതഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോട്ട് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഞാൻ വേഗം എടുക്കുന്നത് കൊണ്ട് ശ്ലോകങ്ങളൊന്നും പറയുന്നില്ല, സോറി ഭഗവാനെ. അപ്പൊ വിവർത്തനം. ഭൗതിക ശരീരം ഉപയോഗശൂന്യമായി തീരുമ്പോൾ എല്ലാവിധ ബാധ്യതകളിൽ നിന്നും സ്വതന്ത്രമായി വിജനമായൊരു അജ്ഞാത സ്ഥലത്തെ ജീവൻ പരിത്യജിക്കുന്ന ഒരുവൻ അപ്രക്ഷുബ്ധൻ അഥവാ ധീരൻ എന്ന് പറയുന്നു. അപ്പം ഈ ശരീരം ഉപയോഗശൂന്യമായി തീരുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്തെ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തുകയും ഐസിയിലിടുകയും ഒന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്ത്. അപ്പൊ എന്താണ്, എല്ലാവിധ ബാധ്യതകളിൽ നിന്നും സ്വതന്ത്രമായി തീരുമ്പോൾ നമ്മൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുമായിരുന്നു ആ കാലഘട്ടത്തില്. അങ്ങനെ വിജനമായ ഒരു അജ്ഞാത സ്ഥലത്തെ ജീവനെ ഉപേക്ഷിക്കുക, അങ്ങനെയുള്ളവനെയാണ് ധീരൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, ഈ ആത്മാവ് ഒരു കൂട് വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നു. നമ്മുടെ ഡ്രസ്സ് മാറുന്നത് പോലെ തന്നെ അല്ലെ. അപ്പൊ അത് ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നതിനെ, അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ റീഇൻകാർണേഷൻ എന്നൊക്കെ പറയും. ഒരു കൂട് വിട്ട് മറ്റൊരു കൂട്ടിലേക്ക് കയറുക എന്ന് വെച്ചാൽ ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് വേറൊരു ശരീരത്തിലേക്ക് മാറുന്നതിനെ. അപ്പം നമുക്കറിയാം സ്പിരിറ്റ് സോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആരെങ്കിലും ഒന്ന് പറയും. ഹരേ കൃഷ്ണ. സച്ചിദാനന്ദ സ്വരൂപമാണ് സ്പിരിറ്റ് സോള്. താങ്ക് യു. അതുപോലെ നമ്മുടെ ഈ ബോഡിയോ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? 24 മൂലകങ്ങൾ കൊണ്ട്. 24 മൂലകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രോസ് എലിമെന്റ്സ് കൊണ്ടും സട്ടിൽ ബോഡി കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നില്ലേ. ഭൂമിരാവു അനലോവായു ഖം മനോബുദ്ധിരേവജ അഹങ്കാരം ഇതീയമേ പിന്നെ പ്രകൃതി അഷ്ടത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. അതുകൂടാതെ ബാക്കി 16 എലിമെന്റ്സ്, അങ്ങനെ 24 മൂലകങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ ശരീരം. അപ്പൊ നമ്മൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? സവൈ പുംസാം പരോ ധർമ്മോ യഥോഭക്തിരധോക്ഷജേ. എങ്ങനെയായിരിക്കണം യഥോഭക്തിരധോക്ഷജേ? അത് അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം എന്റെ ധർമ്മം എന്താണ്? അഹൈതുകി അപ്രതിഹത. നമുക്ക് യാതൊരു കാരണമില്ലാതെ നമുക്ക് ഭഗവാന്റെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് യാതൊരു തടസ്സവും ഇല്ലാതെ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ ശ്വാസവും എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും അപ്പൊ ഭഗവാന് അകാരണമായി അല്ലെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ ഭഗവാന് വേണ്ടി നമ്മളെ സേവ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ
ഉണ്ടായിരിക്കണം. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ആത്മീയ ശരീരം നമ്മുടെ ഉള്ളിലുണ്ട്. അത് കൂടാതെ 24 മൂലകങ്ങൾ കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയും നമ്മുടെ ശരീരം ഉണ്ടാക്കി തന്നിട്ടുമുണ്ട്. അപ്പൊ ഇതിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖങ്ങളോടൊപ്പം ദുഃഖങ്ങളും ഉണ്ട് എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ആ ഒരു ശരീരത്തെ അങ്ങ് ഉപേക്ഷിക്കാൻ വളരെ മനസ്സിന് അതാണ് ശക്തിയുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ധീരൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മെറ്റീരിയൽ ശരീരം എന്ന് പറയുന്നത് നമ്മളെ കൂടുതലായി ബൈൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സുഖത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഇത് നമ്മളെ കൂടുതൽ എന്താണ് ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. സുഖം കിട്ടുന്നതിനനുസരിച്ച് പിടിച്ചു നിർത്തും. ദുഃഖം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. പക്ഷേ അതൊന്നും മനസ്സിന്റെ ഒരു ഭാവം, ഒരു ചിന്ത, വെറുതെ ഒരു പാഠമാതിരിയേ ഉള്ളൂ. അത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ എഫർട്ടുകൾ കൊണ്ട് നമുക്ക് ഈ ബോണ്ടേജിൽ നിന്ന് മാറിപ്പോകാനൊന്നും നമുക്ക് കഴിയുകയില്ല. അപ്പൊ ഈ ഒരു ബോണ്ടേജ് നമുക്ക് തന്നിരിക്കുന്നതിനെ ഈ പവർഗം എന്ന് പറയും. ഈ പവർഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ എപ്പോഴും ആ പവർഗത്തിൽ പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ പവർഗം എന്ന് പറയുന്നത്? നമ്മള് പ, ഭ, ബ, ഭ, മ എന്നീ 5 അക്ഷരങ്ങളെ കുറിക്കുന്നതാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ട് പോകുന്ന ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ പവർഗത്തിൽ പെട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ? പ എന്ന് പറയുമ്പം പരിശ്രമം എന്ന് പറയും. നമ്മൾ എപ്പോഴും ഹാർഡ് ലേബർ ചെയ്ത് നമ്മുടെ കുടുംബത്തെ പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് എപ്പോഴും ഹാർഡ് ലേബർ ചെയ്യുന്നവരാണ്, വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. അപ്പം എല്ലാ ജീവജാലവും എവരി ലിവിങ് എൻറ്റിറ്റി ഓരോന്നും എന്ത് ചെയ്യുകയാണ്? വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗ്ലിംഗ് ഹാർഡ്. അവരൊത്ര കഷ്ടപ്പെട്ടിട്ട് എന്താണ് നമ്മളെ നിലനിർത്തുന്നു, നമ്മുടെ കുടുംബത്തെയും നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ ജീവിയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഹാർഡ് സ്ട്രഗിൾ പോകുന്നതിനുള്ള ഈ ഹാർഡായിട്ടുള്ള ഈ സ്ട്രഗിളിനെയാണ് നമ്മൾ പ എന്നതുകൊണ്ട് പറയുന്നത് പരിശ്രമം. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത്. ഇനി ഫ എന്ന് പറയുന്നത് ആ പരിശ്രമം കൊണ്ട് നമ്മൾ വിയർത്ത് കുളിക്കും. നമ്മുടെ വായിൽ നിന്ന് പത വരുമെന്നാണ് പറയുന്നത്. അതിനെയാണ് ഭ എന്നത് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം കഷ്ടപ്പാട് ഒരു ജീവിതത്തിൽ എന്ന് വെച്ചാൽ സുഖമായി മാളിക മുകളിൽ ഇരിക്കുന്നവന്റെ കാര്യമല്ല പറയുന്നത്. അവൻ ചിലപ്പോൾ അസുഖങ്ങൾ വരും, അത് വരാം. അല്ലാത്തവരുടെ കാര്യമാണ്. കഷ്ടപ്പെട്ട് വീട് നോക്കുന്നവൻ ഏതൊരു വ്യക്തിയായാലും അവൻ കുറെ കഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാതെ എല്ലാം ഇങ്ങനെ വന്നു കയറും എന്ന് വിചാരിക്കുന്നതും വെറുതെ. അപ്പൊ അവന് പരിശ്രമം കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മുടെ ശരീരം വിയർക്കുകയോ വായിൽ നിന്ന് പത വരികയോ ചെയ്യുന്ന ആ ഒരു ശ്രമത്തെയാണ് ഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ബ എന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബന്ധനം എന്ന് പറയുമ്പോഴേ നമ്മള് 3 ബന്ധനങ്ങൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ്? നമ്മുടെ 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. യഥാർത്ഥത്തിൽ തമോ ഗുണം ഒരുപാട് ഇതാണ്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമുക്ക് നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമുമില്ല. അപ്പൊ അതുകൊണ്ട് തമോ ഗുണം, രജോ ഗുണം ഇത് ബോണ്ടേജ് ആണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും സത്വഗുണം നല്ലതല്ലേ എന്ന് ചോദിക്കും. സത്വഗുണം നല്ലതാണ് എങ്കിൽ പോലും നമുക്ക് ശുദ്ധസത്വത്തിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. ഭഗവാനിലെത്തിയാണല്ലോ നമ്മുടെ പ്രധാന കാര്യം. അപ്പൊ ആ ഭഗവാനെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആ സത്വഗുണത്തിനും അപ്പുറത്ത് നടക്കും. അപ്പൊ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചു, നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, മോശമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. മോശമായ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നു? നല്ല കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവത് ചിന്തയിലാണ് നമ്മൾ കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പൊ ആ കർമ്മങ്ങൾ വഴി നമ്മൾക്ക് ഒരുപാട് എന്താണ് അതിന്റെ ഫലം അനുഭവിക്കാനുള്ള അവസരം ഭഗവാൻ തരും. അപ്പൊ തരുന്നത് നമ്മൾ വീണ്ടും ഇവിടെ ജനിച്ച് അങ്ങനെ സുഖം ആയിട്ട് വലിയ മാളികയിൽ വന്ന് ജനിക്കുകയോ അവിടെ നിന്നുകൊണ്ട് സുഖം അനുഭവിക്കുകയോ അപ്പോഴും ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോൾ വീണ്ടും കുട്ടിയിലേക്ക് അങ്ങനെ നമ്മളിങ്ങനെ ബന്ധനസ്ഥനായി മാറും. അപ്പൊ അങ്ങനെ ബൗണ്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ ബൗണ്ട് ചെയ്യപ്പെടുന്നു? ബോണ്ടേജസ് മോഡ്സിന്റെ കൃപയാൽ നമ്മൾ ബൗണ്ട്
പറയുന്നു. ഇനി ഭ എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ് ഭയം, അല്ലേ? അപ്പം എന്താണ് ഇനി അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ സാധാരണ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഓഫീസിലോട്ട് തിരിക്കുക, അല്ലെങ്കിൽ എവിടോട്ട് പോകുക, അയ്യോ ഇന്നിനി ഓഫീസിൽ എന്തെല്ലാം വർക്കാണ് ചെയ്യാൻ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നിനി എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, ഈ രീതിയിൽ ഒരു ചെറിയ അതായിട്ട്. അപ്പൊ അതുപോലെ എല്ലാ കാര്യത്തിലും നെക്സ്റ്റ് ടൈമിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയും നമ്മളിലുണ്ട്. ഇനി മ എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് മരണം വരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ഏത് സമയവും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ വേണമെങ്കിലും കടന്നു പോകാം. പക്ഷെ അതൊക്കെ ഭാഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ആ ഒരു അറ്റ് എനി ടൈം നമുക്കിത് സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ പവർഗം അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് മാറുകയാണ്. അപ്പൊ ആ ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് മാറാതെ ആ സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ നരോത്തമദാസ് ഠാക്കൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ ഇവിടെ പറയുകയാണ്, നമുക്ക് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദിൽ വന്നിരിക്കുന്നു. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ മഹാഭക്തനും ആചാര്യനുമായ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു, അല്ലയോ എന്റെ പ്രഭുവേ, ഞാൻ എന്റെ ജീവിതം വെറുതെ പാഴാക്കി കളഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ ആനുകൂല്യം ആർജിച്ച ശേഷവും അങ്ങയുടെ വിഭുത്വം ആരാധിക്കുന്നതിൽ ഞാൻ ഉപേക്ഷ വരുത്തി. അതുകൊണ്ട് തന്നെ സ്വയിച്ഛയാൽ വിഷം പാനം ചെയ്ത് അന്യഥാ മനുഷ്യ ശരീരം പാനം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്റെ ഇഷ്ടം, ഞാൻ എന്റെ ജീവിതത്തെ ഇങ്ങനെ കളഞ്ഞു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് എന്റെ ഇച്ഛയാലാണ് ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതെന്ന് അദ്ദേഹം നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം മനുഷ്യ ശരീരം വിശേഷിച്ചും ഭക്തിയുടെ സേവനം വർദ്ധിപ്പിക്കാനായി ഉദ്ദേശിച്ചുള്ളതാണ്. അത് മനസ്സിലാക്കി വേണം നമ്മള് പെരുമാറാൻ എന്നുള്ള. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എനിക്ക് എന്റെ വീട് നോക്കണ്ടേ, എന്റെ കുട്ടികളെ നോക്കണ്ടേ, അതൊക്കെ നമ്മൾക്ക് ചോദ്യമായി വരും. ആ ഓരോന്നും ചെയ്യുന്നതും ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്ത് പ്രവൃത്തി ചെയ്താലും എന്റെ കുട്ടി എന്നുള്ളതല്ല, ഭഗവാന്റെ കുട്ടി എന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ പെരുമാറാൻ. അപ്പൊ അവന് വേണ്ടി കെട്ടുകണക്കിന് ഉണ്ടാക്കി വെക്കാൻ നമുക്ക് തോന്നത്തില്ല, ഇല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ പ്രബുദ്ധമായ കർമ്മപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാക്കാതെ ജീവിതം പാഴാക്കി കളഞ്ഞവർ മിത്രങ്ങളുടെയോ ബന്ധുജനങ്ങളുടെയോ അറിവോ സമ്മതമോ കൂടാതെ ഭവനം ഉപേക്ഷിച്ച് സമൂഹം, കുടുംബം, രാജ്യം തുടങ്ങിയ സർവ്വ ബാധ്യതകളിൽ നിന്ന് സ്വതന്ത്രമായി അജ്ഞാതമായ സ്ഥലത്ത് മനുഷ്യ ശരീരം ജീവിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അതിനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നു, വിട്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അവിടെ ചെന്നാൽ ജീവിക്കാനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള നമുക്കുള്ള അറ്റാച്ച്മെന്റിനെ കെട്ടറക്കുക. നമ്മൾ കെട്ടറത്തെടുക്കണം. ഒന്നിനോട് ഒട്ടലുണ്ടാകട്ടെ. നമ്മുടെ സമ്പത്തിനോടോ, നമ്മുടെ ബാങ്ക് ബാലൻസിനോടോ, വീടിനോടോ, കാറിനോടോ, മക്കളോടോ, കുടുംബത്തോടോ, ഭാര്യയോടോ, ഭർത്താവിനോടോ ഒന്നും തന്നെ ഒട്ടലുണ്ടാകാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകണം. നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ കടന്നു പോകണം. അത് മാത്രമേ ഇന്ന് സാധിക്കുകയുള്ളൂ. അപ്പൊ എപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ഒന്നിനോടും ഒട്ടലുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പോകാൻ കഴിയുന്നവനെ, ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നവനാണ് ധീരൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രകോപന ഹേതു ഉണ്ടായിരുന്നാൽ പോലും നമ്മുടെ വിക്ഷോഭം ഉണ്ടായി. നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മളെ വഴക്ക് പറഞ്ഞെന്നിരിക്കും, എന്തെല്ലാം രീതിയിലുള്ള വിഷമങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നെന്നിരിക്കും. നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് പോലും നമ്മളെ കുറ്റപ്പെടുത്തിന്നിരിക്കും. നമ്മൾ ബുക്ക് എടുക്കുന്നത് പോലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കത്തില്ല. നമ്മളെ ഭക്തിയുത സേവനത്തിലേക്ക് വരുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം മറ്റുള്ളവര് സമൂഹത്തിൽ നിന്ന് കളിയാക്കലുണ്ടാകും. അവരാണ്ട് ബുക്കും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ അവർ ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതാണ്, ഈ രീതിയിലുള്ള നിന്ദാസൂചകമായ വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയെന്നിരിക്കും. വീട്ടിലുള്ളവരും നമ്മളെ പൂച്ഛിച്ചെന്നിരിക്കും. ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇതിന് ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ആ പ്രതിബന്ധമാകുന്ന കാര്യങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അപ്പം നമുക്ക് കുടുംബത്തോടുള്ള ആ ഒരു സ്നേഹമാകാം, അമിത സ്നേഹം നമ്മളെ താഴേക്ക് വലിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പൊ അങ്ങനെ ബന്ധങ്ങളെ പൂർണ്ണമായും വിസ്മരിക്കാൻ കഴിയുന്ന ഒരാളെ ധീരൻ എന്ന് പറയും. അത് ആർക്ക് കഴിയും? എത്രയോ പേരിൽ എത്ര ആൾക്കാരിൽ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞു എന്ന് വരുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ആർക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനെ നമുക്ക്
കൂടുതൽ ഒരു വിധിക്കപ്പെട്ടവരുണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം. അതിന് വിധി കിട്ടിയിട്ടുള്ളവർക്കേ അതൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ തോന്നാം. എന്നാലും അതിനെ നമുക്ക് പറഞ്ഞു തരാൻ ആള് വേണം, നമ്മളെ കൊണ്ടുപോകാൻ ഒരു ഗുരു വേണം, ഏതെല്ലാം രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ അറിയണം, അല്ലെ? ഇങ്ങനെ നമുക്ക് നോളജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള പ്രവൃത്തിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ഭയന്ന് നിൽക്കും മുന്നോട്ട് പോകാനായിട്ട്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. ആ ഒബ്സ്റ്റക്കിളിൽ പെട്ട് നമ്മൾ കുഴഞ്ഞു പോകും. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്യും. ആരെങ്കിലും അതിന് കഴിയുന്നവർ, യാതൊരു ഒബ്സ്റ്റക്കിളും ഇല്ലാതെ അതിന് കഴിയുന്നവരുണ്ടെങ്കിൽ അത് അവർ പരമാവധി പ്രയോജനപ്പെടുത്താം. അതാണ് എനിക്ക് പറയാൻ. അപ്പൊ ഉത്തമ വിശ്വാസയോഗ്യരായ ദിവ്യന്മാരുടെയും ആചാര്യന്മാരുടെയും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തികളുടെയും സംസർഗം മുഖേന നമുക്ക് ഈ ആത്മപരിത്യാഗം സാധ്യമാക്കി തീർക്കാം. അതുകൂടാതെ ഭക്തരുടെ സംസർഗത്തിലൂടെ ഭഗവാന്റെ പ്രേമയുദ്ധ ഭക്തിപര സേവനത്തിൽ നിരതനാകാനും നമുക്ക് കഴിയും. നമുക്കറിയാം, മഹാചക്രവർത്തിയായിരുന്ന അംബരീക്ഷ മഹാരാജാവ്, നമ്മളിപ്പം വിചാരിക്കുകയോ എനിക്ക് ഇത്രയും ജോലിയുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം, പിന്നെ ഞാൻ എങ്ങനെ ഭഗവത് ഭക്തിയിലേക്ക് വരും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ എത്ര കോടി ദ്വീപുകളുടെ അധിപനായിരുന്നു അംബരീഷ മഹാരാജാവ്. അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികളും നമുക്കറിയാം. സവൈ മനകൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർഗനാദിഷു ശ്രുതിം ചകാരാച്യുത സപ്തതോദയേ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിച്ചു. നടക്കുന്ന പാദങ്ങൾ കൃഷ്ണനിലേക്ക് എത്താനുള്ള മാർഗമായി അദ്ദേഹം സ്വീകരിച്ചു. കേൾക്കുന്നതൊക്കെയും ഭഗവത് ചരിതമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാണുന്നതൊക്കെയും ഭഗവാന്റെ ലിംഗങ്ങളാകാൻ ആഗ്രഹിച്ചു. അപ്പൊ അദ്ദേഹം കണ്ട പ്രജകളൊക്കെയും ഭഗവാന്റെ ഒരിതായിട്ടാണ് അദ്ദേഹം കണ്ടത്. കേട്ടതൊക്കെയും അദ്ദേഹം കേൾക്കുന്ന ജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും അദ്ദേഹം എന്തായി കേട്ടു? കൃഷ്ണ കഥകളായി കേട്ടു. അങ്ങനെ അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആ മഹാചക്രവർത്തിക്ക് ഇതെല്ലാം ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗങ്ങളായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സേവിക്കാനുള്ള, ഭഗവാനെ സേവിക്കാനുള്ള അതീന്ദ്രിയമായ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ശുദ്ധഭക്തരുടെ സംസർഗം മാത്രമാണ് നമ്മളൊക്കെ അതിനെ ഇവിടെ ഉതകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം ഒരു യഥാർത്ഥമായ സംസർഗം നമുക്കുണ്ടാകണം. അങ്ങനെ ഇവിടെ ധൃതരാഷ്ട്ര വളരെ ഭാഗ്യവാനാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ പോലെ, കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം നാനാവിധമായി പോകുമായിരുന്ന ആ ജീവിതത്തെയാണ് വിതുരരെ ഊട്ടിയെടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തെ അവിടെ നിന്ന് ഈ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാത്ത ഒതിനെ അടിച്ചു വിടുന്നത് പോലെ എന്താണ് അറ്റാത്ത ഒരാളെ വളരെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഭഗവാന്റെയിലേക്ക്, ആ ഒരു ഭഗവത് പ്രേമത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഒരുക്കാൻ ഒരാളെ അവിടെ കിട്ടിയത് കൊണ്ടാണ് ധൃതരാഷ്ട്രൻ വളരെ ഭാഗ്യവാനായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചില്ല നമ്മള്, ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗതാസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതഗതിർജഹ്യാത് സ വൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്തതിലേക്ക് പോകാം. ശ്ലോകം 27. യസ്സുഖാത് പരതോ വേഹ ജാത നിർവേദാത്മവാൻ ഹൃദീകൃത്വാ ഹരിം ഗേഹ പ്രവ്രജേത് സ നരോത്തമഃ. യസ്സുഖാത് പരതോ വേഹ ജാത നിർവേദാത്മവാൻ ഹൃദീകൃത്വാ ഹരിം ഗേഹ പ്രവ്രജേത് സ നരോത്തമഃ. യസ്സുഖാത് പരതോ, യസ്സുഖാത് യഹ യാതൊരുവൻ, സുഖാത് സ്വന്തം ഉണർവ് കൊണ്ട്, മനസ്സിനെ സ്വന്തമായി ഉണർത്തിയെടുത്തിട്ട്, പരതഃ വ, പരതോ വേഹ എന്നുള്ളതിനെ നമ്മൾ പിരിക്കുമ്പോഴേ പരതഃ വാ ഇഹ എന്ന് മൂന്നാകും. പരതോ വേഹ എന്നുള്ളതിനെയാണ് പിരിച്ചത്. എന്തൊക്കെയാണ്? പരതഃ വ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന്, ഒന്നുകിൽ സ്വയം ഉണർത്തിയെടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ടോ, ഇഹ ഈ ഭൗതിക ലോകത്തിൽ, യാത ഉണ്ടാകുന്നു, നിർവേദ ഭൗതിക ആസക്തിയിൽ നിന്ന്
ആ ഒരു വിരക്തി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം നിർവേദ ആത്മവാൻ, ആത്മവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മബോധം എന്നുള്ള അവബോധം കിട്ടുക എന്നുള്ളത്. ഹൃദി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗേഹാത് ഭവനത്തിൽ നിന്നും പ്രവ്രജേത് മാറിപ്പോവുക, ഭവനം ഉപേക്ഷിച്ച് പോവുക, സഹ അദ്ദേഹമാകുന്നു നര ഉത്തമ ഒന്നാം തരം വ്യക്തി. അപ്പം യസ് സ്വകാത് പരതോബേഹ, യാതൊരുവനാണോ സ്വകാത് പരതോബേഹ എന്ന് വെച്ചാൽ സ്വന്തം ഉണർവാൽ പരതോബേഹ പരത വാ ഇഹ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ശ്രവിച്ചോ, ഇഹ ഈ ലോകത്തിൽ യാത ഉണ്ടാകുന്നു, നിർവേദ ഭൗതിക ആസക്തിയാൽ വിരക്തി, ആത്മവാൻ അവബോധം, ഹൃദി പരമദിവ്യോത്തമ പുരുഷൻ, ഗേഹാത് ഭവനത്തിൽ നിന്നും പ്രവ്രജേത പോകുന്നത്, സഹ അദ്ദേഹം, നര ഉത്തമ ഒന്നാന്തരം വ്യക്തി. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും ഒരു ഉണർവില്ലാത്തത് എന്ത് പറ്റി? ഹരേ കൃഷ്ണ വായിക്കും. ഹരേ കൃഷ്ണ. യാസോകത്പരതോ വേഹ യാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹത് പ്രവ്രജേത്സ നരോത്തമ. ഹരേ കൃഷ്ണ. അതായത് യസ് സ്വകാത് പരതോ വേഹ, യഹ സ്വകാത് എന്നുള്ളതാണ്, പക്ഷെ യസ് സ്വകാത് പരതോ വേഹ എന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിക്കും. നിങ്ങളുടെ ശബ്ദമൊന്നും കേട്ടില്ല. നിങ്ങളുടെ ശബ്ദമൊന്നും ഇങ്ങോട്ട് കേട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്വകാത് പരതോ വേഹ ചാദ നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത്സ നരോത്തമഃ. ഹരേ കൃഷ്ണ. ഒരാൾ അതിന്റെ വിവർത്തനം ഒന്ന് വായിച്ചിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരാണോ സ്വയമേ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ശ്രവിച്ചോ ഭൗതിക ലോകത്തിന്റെ കപടതയെയും ക്ലേശത്തെയും ഉണർന്ന് മനസ്സിലാക്കി ഭവനം ഉപേക്ഷിച്ച് സ്വന്തം അന്തരംഗത്തിൽ വസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നത്, അയാൾ നിശ്ചയമായും ഒരു ഉത്തമ വ്യക്തിയാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഉത്തമ വ്യക്തി ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യമേ എന്ത് ചെയ്യണം? തന്റെ മനസ്സിൽ ഒരു ഉണർവുണ്ടാകുകയോ അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഒരു ഉണർവുണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അത് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർ പ്രേരിപ്പിച്ച് ആ ഉണർവ് ഉണ്ടാക്കിയെടുക്കുക. കാരണം സാധാരണ നമ്മൾ അങ്ങനെ ഉണർന്നു വരില്ല. നമ്മൾ ചുമ്മാതെ നമ്മളങ്ങ് സുഖത്തിൽ പെട്ടുപോകും. കാരണം എന്താണ്? ഒന്നുകിൽ നമ്മുടെ അച്ഛനമ്മമാരെല്ലാ സുഖവും നമുക്ക് തന്നിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവിൽ നിന്ന് എല്ലാവിധ സുഖങ്ങളും കിട്ടിയിരുന്നിരിക്കും, അല്ലെങ്കിൽ ഭാര്യമാർ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിച്ചെന്നിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ എന്താണ്? അവിടെ നിന്ന് മാറിപ്പോകാനുള്ള യാതൊരു സാഹചര്യവും അവർക്ക് ഉണ്ടാകുകയില്ല. അപ്പം അത് ഇല്ലാതെ വരുമ്പോഴേ മറ്റുള്ളവരുടെ പ്രേരണ വേണം. ഈ ഭൗതിക ജീവിതം മിഥ്യയാണെന്ന് മനസ്സിലാക്കണം, ക്ലേശം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഭവനം ഉപേക്ഷിച്ചു പോകുന്നത്. ഇവിടെ ഇപ്പൊ പറ്റിയത് എന്താണ്? ധൃതരാഷ്ട്രക്ക് സ്വന്തം മക്കളുടെ കൂടി അങ്ങനെ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട്, പാണ്ഡവരെ ഉപദ്രവിച്ചുകൊണ്ട് അങ്ങനെ സുഖിച്ചിരുന്നു. എല്ലാവിധത്തിലും ഒരു വിധത്തിൽ മകനെ ഭയന്നുകൊണ്ടും കൂടിയിരുന്നു. അങ്ങനെ ഇരിക്കുകയും അങ്ങനെ ഇരുന്നു കൊണ്ട് അത് കഴിഞ്ഞപ്പോഴോ അതിനേക്കാൾ കാര്യമായിട്ട് യുധിഷ്ഠിരൻ ദിവസേന രാവിലെ പോയി കാൽത്തൊട്ട് തൊഴുന്നു, വേണ്ട വിധത്തിലുള്ള എല്ലാ സൗകര്യവും വലിയച്ഛനും വലിയമ്മയ്ക്കും നൽകുന്നു. അങ്ങനെ ആയപ്പോൾ അവർക്ക് സുഖം വിട്ടൊരു കാര്യം ഇല്ലാതെയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭൗതിക ജീവിതം മിഥ്യയാണെന്നും ക്ലേശഭരിതമാണെന്നും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഭവനം ഉപേക്ഷിച്ച് സ്വന്തം അന്തരംഗത്തിൽ വാഴുന്ന ഭഗവാനെ ആശ്രയിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ഉത്തമ വ്യക്തിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ധീരൻ എന്ന വാക്കിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിലും കേട്ടു അല്ലെ? യാതൊരുവിധ കുടുംബ ബന്ധങ്ങളെയും കുറിച്ച് യാതൊരു ആകുല ചിന്തയും ഇല്ലാത്തവൻ. ഏത് പരിസ്ഥിതി വന്നാലും അവിടെ വിക്ഷോഭം ഉണ്ടാകരുതേ. അപ്പം നമ്മളെ ജനക മഹാരാജാവിനെ കുറിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സീതയുടെ അച്ഛൻ. അപ്പൊ ആ പാരമ്പര്യത്തിലുള്ളവരെല്ലാം ജനക എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹം ആ ജനക മഹാരാജാവിനോട് കൊട്ടാരത്തിനൊരിക്കൽ തീ പിടിച്ചു. അപ്പൊ കൊട്ടാരത്തിൽ തീ പിടിച്ച അവസരത്തില് ഓടി ചെന്ന് എല്ലാവരും മഹാരാജനോട് പറഞ്ഞു, കൊട്ടാരം തീ പിടിച്ചു, എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
അദ്ദേഹം അപ്പൊ ചോദിച്ചു, കൊട്ടാരത്തിനല്ലേ തീ പിടിച്ചിട്ടുള്ളൂ, ആൾക്കാരെല്ലാം സേഫ് ആണോ? ഞാനും ഇവിടെ സേഫ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കിടന്ന് വെപ്രാളം പിടിക്കണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം എന്തെല്ലാം ആ കൊട്ടാരത്തിൽ എന്തെല്ലാം ഭൗതികമായ വസ്തുക്കളുണ്ട്, അതിനെ തീ പിടിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ അത് നഷ്ടപ്പെട്ടല്ലോ, ഇത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്താഗതി നമ്മള് ഉണ്ടാകും. അപ്പൊ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ആത്മചൈതന്യങ്ങളെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ? എന്ന് വെച്ചാൽ ആത്മാവിനെ പേര് നടക്കുന്ന മനുഷ്യരെല്ലാം സ്വസ്ഥരാണോ? ഞാനും ഇവിടെ സ്വസ്ഥനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവിടെ ചിത്തവിക്ഷോഭം ഉണ്ടാകാതിരിക്കുന്ന ഒരു വ്യക്തി, അവൻ ധീരനാണ്. പിന്നെ പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചവൻ എന്ന് വെച്ചാൽ വികാരങ്ങൾ ഒന്നുമില്ലാത്ത, എന്ന് വെച്ചാൽ വികാരങ്ങൾക്ക് അപ്പുറത്താകുന്ന ഒരു സന്യാസി. സന്യാസിമാരെ എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല, വളരെ കുറച്ച് സന്യാസിമാരെ നമുക്കതിൽ പെടുത്താൻ പറ്റുള്ളൂ. രൂപം, കാഷായ വസ്ത്രം, ജടിലോമുണ്ടി, കേശ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സന്യാസിയായി എന്ന് പറയാൻ പറ്റത്തില്ല. സന്യാസിയായി ജീവിക്കുന്നവൻ എന്ന്, വികാരങ്ങൾക്ക് അതീതനായിരിക്കുന്നവൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തി ധീരനാണ്. പിന്നെ ശ്രവണ കീർത്തന ജപപ്രക്രിയയിലൂടെ ഭഗവത് അവബോധമുണർത്തി അന്തരംഗത്തിൽ അധിവസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിച്ച് പവനം ഉപേക്ഷിക്കുന്നവരാണ്. അങ്ങനെ 3 വിഭാഗത്തിലുള്ള അതീന്ദ്രിയ ശ്രവണ കീർത്തന ജപപ്രക്രിയയിലൂടെ ഭഗവത് അവബോധം വളർത്തിയെടുക്കുക. ആദ്യം ശ്രവിക്കുക, പിന്നെ കീർത്തനം ചെയ്യുക, പിന്നെ ജപിക്കുക. അപ്പം നമ്മളെ ഒരു കാര്യമുണ്ട്. ജപം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ജപം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ജപിക്കേണ്ടത് എപ്പോഴാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ശ്രവണം ചെയ്തുകൊണ്ട് ജപം പാടില്ല. ശ്രവണവും കീർത്തനവും ജപവും ഇത് 3ഉം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നമ്മള് ശ്രവണ കീർത്തന ജപ പ്രക്രിയ ഇത് 3ഉം നമ്മൾ മനസ്സിലാക്കുക. ജപമാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ 16 റൗണ്ട്സിന് വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് വെപ്രാളം പഠിക്കുന്നത്. പക്ഷേ ഇതൊക്കെയും എന്താണ്, അതിന്റെ രീതിക്കനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. അങ്ങനെ ഇതിൽ 3ൽ കൂടി വേണം നമ്മളുടെ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിൽ കൂടി നമ്മുടെ അവബോധത്തെ ഉണർത്തിയെടുത്ത് ഉള്ളിലുള്ള ഭഗവാനെ എന്ത് ചെയ്യാം, പൂർണ്ണമായും ആശ്രയിക്കണം. അങ്ങനെ ഭവനം ഉപേക്ഷിക്കുന്ന ഒരു ആത്മാർത്ഥ ഭഗവത് ഭക്തൻ അങ്ങിങ്ങനെ ഈ രീതിയിൽ 3 അതീന്ദ്രിയവാദികൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ അതീന്ദ്രിയവാദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. ഹരേ കൃഷ്ണ. പുസ്തകമുള്ളവർക്ക് പറയാമല്ലോ. ആരുമില്ലേ? ഹരേ കൃഷ്ണ മാതാജി. ധീരൻ, പരിത്യാഗി, ശ്രവണ കീർത്തനങ്ങൾ ചെയ്യുന്നവൻ, അതാണ് മാതാജി. അതെ, യാതൊരു കുടുംബങ്ങളെ കുറിച്ചും ആകുലചിത്തനാകാത്തവൻ, ഏത് വിധത്തിലും ചിത്തവിക്ഷോഭം ഒന്നും ഉണ്ടാകാത്തവൻ, പ്രക്രിയയിലൂടെ ഭഗവത് അവബോധം ഉണർത്താൻ കഴിയുന്നവൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രവണം എങ്ങനെ വേണം, കീർത്തനം എങ്ങനെ വേണം, ആ ജപം അതിന്റെ മധ്യത്തിൽ കൊണ്ട് ഒരിക്കലും ഇടരുത്. കാരണം അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജപം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയതാണ്. അപ്പൊ നമ്മൾ പറയും എനിക്കിതൊന്നും കേൾക്കണ്ട, ഞാൻ ജപിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലതും ചെയ്തുകൊണ്ട് ജപിക്കും, പലതും കേട്ടുകൊണ്ട് ജപിക്കും. എങ്ങനെങ്കിലും ജപിച്ചു തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പൊ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെതായ ടൈം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ ഭഗവത് ഭക്തൻ ആയിട്ടുള്ളവരും 3ാമത്തെ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഭക്തിയുത സേവനങ്ങൾ നമ്മൾ എപ്രകാരമാണ് ചെയ്യേണ്ടത്? ഒന്നാമതായി പരമപുരുഷോത്തമനായ ഭഗവാന്റെ നാമവും ദിവ്യ അവദാനങ്ങളും കേൾക്കുക, വളരെ പ്രധാനമായിട്ടുള്ളത്. ഭഗവാന്റെ നാമവും ദിവ്യ അവദാനങ്ങളും കേൾക്കുക, ഭഗവാന്റെ അവദാനങ്ങളെ കീർത്തിക്കുക, രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഭഗവാനെ സ്മരിക്കുക. നാലാമത്തേത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കാൻ നോക്കുക. അടുത്തത് ഭഗവാനെ പൂജിക്കാൻ നോക്കുക, അർച്ചിക്കാൻ നോക്കുക, ഭഗവാനെ മനസ്സുകൊണ്ടെങ്കിലും പൂജിക്കാൻ ശ്രമിക്കുക. പിന്നെ ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാന്റെ ദാസ്യം അനുഷ്ഠിക്കുക, ഭഗവാനുമായി മൈത്രിയിൽ ഏർപ്പെടുക, തന്നെ ഭഗവാന് പൂർണ്ണമായി സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ, ഈ 9 വിധം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ അവസാനം വരുമ്പോഴത്തേക്ക് നമ്മൾ ഭഗവാനുമായിട്ട് മൈത്രിയിലാകും. പിന്നെ പൂർണ്ണമായും അങ്ങ്
മഹാബലി ചെയ്തതുപോലെ ഭഗവാന്റെ എല്ലാം അങ്ങ് സമർപ്പിക്കുക. ആരോ ആയിക്കോട്ടെ, എന്നെ അപ്പം തന്റെ ഗുരു പറഞ്ഞിട്ട് പോലും കേൾക്കാതെ മഹാബലി എന്താണ് ചെയ്തത്? അപ്പൊ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതിനെല്ലാം അപ്പുറത്താണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ 9 വിധം ഭക്തിയുത സേവനങ്ങൾ നമ്മളെ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം പരമദിവ്യോത്തമ കൃഷ്ണനെ ആയ ഭഗവാനെ പരിപൂർണമായും ആശ്രയിക്കുന്നതിന് യത്നിക്കേണ്ടതാണ്. അപ്പം ഭവനം ഉപേക്ഷിച്ച് കൊടുംവനത്തിൽ ഏകനായി ജീവിക്കണം. അപ്പോൾ സ്ഥിരപ്രതിഷ്ഠനായ ഒരാൾ താൻ ഏകനല്ലെന്ന സത്യം പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഇപ്പം നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ഭവനം ഉപേക്ഷിക്കുകയല്ല, ഈ ഒട്ടൽ ഉപേക്ഷിക്കുകയാണ്. മറ്റുള്ളവരോടുള്ള ആ അറ്റാച്ച്മെന്റ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇതിലൊന്നും കൈകടത്തുന്നില്ല. അയ്യോ, എന്റെ കൊച്ചുമോളെ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ, എന്റെ കൊച്ചുമോളെ പഠിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ മോന് പ്രമോഷൻ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ മോന് DA മാർക്ക് കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇതിലൊന്നും പെടുന്നില്ല, ഇതെല്ലാം അവര് ചെയ്തോട്ടെ, നമ്മൾ ഇതിൽ നിന്നെല്ലാം മുക്തരായി കൊടുംവനത്തിൽ ജീവിക്കുന്നത് പോലെ, നമ്മൾ ഭവനം ഉപേക്ഷിച്ച് ജീവിക്കുന്നത് പോലെ ആകണം നമ്മൾ വീട്ടിൽ കിടക്കേണ്ടത്, വീട്ടിൽ കഴിയേണ്ടത്. നമ്മൾ അതെല്ലാം വിട്ടു, ഇനി നമുക്ക് അതിനകത്ത് ഒരു കാര്യവും ഇല്ല, അവര് ചെയ്തു കൊള്ളട്ടെ എന്ന ചിന്താഗതിയോടുകൂടി നമ്മള് ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം, സമയമായി. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാധവി, പ്രണാം. ഹരേ കൃഷ്ണ. മാധവി അപവർഗത്തെ കുറിച്ച് പറഞ്ഞു. അപവർഗം എന്ന് വെച്ചാൽ ഒന്ന് വിശദീകരിക്കാമോ? അത് അപവർഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിലൊന്നും ഇത്രയും കാര്യങ്ങളിൽ പെടാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ആ അപവർഗം എന്ന് പറയുന്ന ആ ഒരു ഭഗവാനിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, എന്താണ് ആ ഓരോ 9 കാര്യങ്ങളിൽ കൂടി നിഷ്ഠയിലെത്തി ആ ഒരു 9 കാര്യങ്ങൾ നേടി പ്രേമ ലെവലിൽ എത്തുക. അങ്ങനെ എത്തിയിട്ട് ഭഗവാനിലേക്ക് പോകാനുള്ള മാർഗത്തെയാണ് അപവർഗം എന്ന് പറയുന്നത്. മോക്ഷപ്രാപ്തി എന്ന് പറയാൻ പറ്റില്ല, പ്രേമപ്രാപ്തി, ഭഗവാനിൽ നിന്ന് പ്രേമപ്രാപ്തി നേടിയെടുക്കുക നമ്മൾ നേടി. ഭഗവാനോടുള്ള പ്രേമപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനെയാണ് ഈ ഇത്രയും കാര്യത്തെ അങ്ങ് വെട്ടിയതിനു ശേഷം നമ്മൾ തിരിച്ച് ഉള്ള പോക്കാണ് അസെൻഡിങ് ഓർഡറിലേക്ക് പോകാം. ഇത് ഡിസെൻഡിങ് ഓർഡറിലേക്ക് വരും. അതാണ് നമ്മൾ അപവർഗം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം. ഈ പ്രഭുപാദ് പലപ്പോഴും കലിച്ചേല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരെ സൂക്ഷിക്കണമെന്നും അവരുടെ ലക്ഷണങ്ങൾ എന്താണെന്നും മനസ്സിലാക്കണമെന്ന് പറയാമോ മാതാജി? എന്താണ് വാക്കെന്താണ് പ്രഭു? കലിച്ചേല, അതായത് ഡിവോഴ്സ് ആയിട്ട് പ്രിട്ടൻഡ് ചെയ്ത് നടക്കുന്ന ആൾക്കാര് നമ്മുടെ ഇടയിലുണ്ട്, കലിഡ് ഏജൻസ്. അപ്പം അവർ ഉത്തമ ഭക്തരെ പോലൊക്കെ കാണിക്കുമെങ്കിലും അവരെ നിന്ന് വളരെ അകന്ന് പോകണമെന്നും അവരെ മനസ്സിലാക്കണമെന്നും പ്രഭുപാദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പം യഥാർത്ഥത്തിൽ ഒരു ഗുരുവിന്റെ കീഴിൽ വന്നിട്ട് പോലും ചിലരെന്ത് ചെയ്യാറുണ്ട്? ശരിക്കും ആ വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അവർ എനിക്കിപ്പം എന്താണ് ഒരു ഗ്രൂപ്പിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ പ്രശസ്തി വേണം. അപ്പൊ ആ പ്രശസ്തി വേണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ പോലും എനിക്ക് പ്രാധാന്യം കിട്ടണം, അല്ലെങ്കിൽ എനിക്കായിരിക്കണം ബന്ധിയിൽ, എന്നെ എല്ലാവരും ആദരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു വലിയ മനപ്രയാസമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകും. പിന്നെ അത് തന്നെ അല്ല, ആ കൂട്ടത്തിലെ ചില ആൾക്കാർ ഭക്തന്മാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്താണ് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട്. ഈ ഭക്തിയിൽ നിന്നുകൊണ്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതുപോലെ ഈ വിധ ശ്രദ്ധാസാധു സംഘം ഭജനക്രിയയിലേക്കൊന്നും അവരുടെ മനസ്സ് പോകാതെ അവരെല്ലാം നടനമാടുകയാണ് ചെയ്യുന്നത്. ആ നാട്യമാടിക്കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കുന്നവരും ഈ കലിയുഗത്തിൽ ഉണ്ട്. ഇപ്പൊ ഈ സമയത്ത് നമ്മള് ഈ കലിയുഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? യഥാർത്ഥത്തിലുള്ള ഭക്തൻ ആരെ, യഥാർത്ഥമില്ലാത്ത ഭക്തൻ ആരെ എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഓരോരുത്തരുടെയും പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു ഭക്തനെ മനസ്സിലാക്കാൻ. ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നും കണ്ടിമാല ഇട്ടാലും പൊട്ടു തൊട്ടാലും ശരി, അവരെല്ലാം ഭക്തരാണോ? അവരിൽ എത്ര പേരുണ്ട് ഭഗവാനെ യാതൊരു ഭക്തിയുത സേവനം, യാതൊരു പതർച്ചയും കൂടാതെ മാനസികമായി റെഡിയായിട്ട് ഒരു രീതിയിലും മനസ്സിനെ എന്താണ് ഈ പവർഗത്തിലേക്ക് വിടാതെ, എന്ന് വെച്ചാൽ
യാതൊരു മോശമായ രീതിയിലുള്ള പ്രവർത്തനവും ഉണ്ടാകാത്ത തന്റെ ഗുരു പറയുന്ന പാദത്തിൽ കൂടി കടന്നു പോകുന്നവരെ, അപ്പൊ അത് ഒരു ഭക്തന്മാരുടെ കൂട്ടത്തിൽ. പിന്നെ അഭക്തന്മാരെ എടുക്കുമ്പോൾ അവിടെ ഏത് സമയത്തും നമ്മളെ കലിയുഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെല്ലാമാണ് നമ്മളെ പറ്റിക്കാനുള്ളത് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതുപോലെ നമ്മുടെ ഭക്തിയെ കുറച്ചുകൊണ്ട് വരുന്നത് കാരണമാക്കിയിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകും. അപ്പൊ അതിനെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്കൊരു സ്വല്പം ഭക്തി മുട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കാരണമാക്കി തീർക്കുന്ന ആൾക്കാരെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ശ്രീല പ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അതാണ് എനിക്ക് അറിയാവുന്നത്. ഹരേ കൃഷ്ണ.